ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് മറ്റൊരു വാർത്ത വരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ നടപടി. 4 വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി എന്നാണ് വാർത്ത. ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളൻ, ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയാണ് നടപടി. ലിബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, എപ്പോഴാണ് ഈ നടപടി വന്നത്? നടപടിയുടെ കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്താണ് ലിബി? വിമത പ്രവർത്തനം തന്നെയാണ് ഡോക്ടർ അരുൺ കാരണമായി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ, അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിൽ വലിയ തർക്കമാണ് ഈ പള്ളി കുർബാനയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതി വിധിയെ തുടർന്ന്, മജിസ്ട്രേറ്റ് കോടതി വിധിയെ തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ഈ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഈ 4 പള്ളികളിൽ, അതായത് തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ തുടങ്ങിയ പള്ളികളിലൊക്കെ കുർബാന അർപ്പിക്കാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം വിമത വൈദികർ ലംഘിച്ചു എന്നതാണ് ഇപ്പോൾ കാരണമായി പറയുന്നത്. ഇതേ തുടർന്നാണ് ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെ നടപടി വന്നിരിക്കുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമുണ്ട് ഡോക്ടർ അരുൺ. സഭാ കോടതി ഉടൻ വരും എന്നുള്ള വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണലാണ് വരാൻ പോകുന്നത്. അതൊട്ടും വൈകാതെ തന്നെ 20-നോ 21-നോ വരുമെന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് സഭാ ഭാഗത്ത് നിന്ന്. സഭയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പ് കൂടുതൽ വിമത വൈദികർക്കെതിരെ നടപടി വരും. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ സഭാ ട്രിബ്യൂണൽ കൊണ്ടുവരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 3 വൈദികർക്കെതിരെയും അതുപോലെ തന്നെ ഇപ്പോൾ അങ്കമാലി അതിരൂപതയിലെ മറ്റ് ഇപ്പോൾ പുറത്താക്കി, ഇപ്പം നടപടി എടുത്തിരിക്കുന്ന 4 വൈദികരെയാണ് ചുമതലകളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഇനി കൂടുതൽ പേരെ കൂടി ചുമതലകളിൽ നിന്ന് മാറ്റാനുള്ള നീക്കം ഉണ്ടെന്നും അറിയുന്നു. ക്രിസ്മസിന് മുമ്പായി കൂടുതൽ പേർക്കെതിരെ നടപടി വരും. അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ട നടപടിയിലേക്ക് ഇപ്പോൾ സഭാ നേതൃത്വം പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഒടുവിൽ വരുന്നത് ഡോക്ടർ അരുൺ. ഓക്കെ, ലിബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.